എക്സൈറ്റഡ്. ഇത് ഫാസ്റ്റ് ആയി പോയോ? പൊക്കി പിടിക്കണോ? ഇനിയിപ്പോ എന്തായില്ല. കറക്റ്റാ. छाप तिलक सब छीनी रे मोसे नैना मिलाएंगे हो छाप तिलक सब छीनी रे मोसे नैना मिलाएंगे വിശക്കുന്നുണ്ട് കേട്ടോ. കുറ്റം പറഞ്ഞാൽ അതി കൂടെ കേട്ടോ. പാവാട പൊക്കിട്ട് വന്നാ പോരെ. ख्वाबों के बाजार में कोई ना यहाँ किसको मैं बताऊं तेरी हर अदा. ഞാന് 2022 ദുബായി പോയി. എന്നിട്ട് ഞാനിങ്ങനെ ജോലി തപ്പി നടക്കുന്ന സമയത്താണ് എനിക്ക് മാട്രിമോണിയിൽ ആബിദിന്റെ റിക്വസ്റ്റ് വരുന്നത്. അപ്പൊ ഞാൻ ചുമ്മാ അക്സെപ്റ്റ് ചെയ്തു. അതിന്റെ ബയോസ് കാണാൻ നല്ല രസമായിരുന്നു. വലിയ ഫെമിനിസ്റ്റ് ആണ്, അതാണ് ഇതാണ് എന്നൊക്കെ അവർ കുറെ എഴുതിണ്ടായിരുന്നു. ഭംഗിയല്ല മോളക്കാണ്, സുന്ദരമായിട്ടുണ്ടാ. ആ എന്നെ എടുക്കണ്ട, ഞാൻ സ്ട്രെസ്ഡ് ആയിട്ടിരിക്കാണ്. കാര്യങ്ങള് സമയത്തിന് നടന്നാ മതി. പിടയുന്നോരെന്റെ ജീവനിൽ കിനാവു തന്ന കൺമണി നീയില്ലയെങ്കിലെന്നിലെ പ്രകാശമില്ലിനി. കുറച്ചാളൊക്കെ സംസാരിച്ച് കമ്പനിയൊക്കെ അടിച്ചപ്പോ മനസ്സിലായി കൊള്ളാം, നല്ല വൈബാണ്, കുഴപ്പമൊന്നുമില്ല, വേറെ ആരെങ്കിലും കെട്ടണ്ടെങ്കിലും നല്ലത് അവനെ തന്നെ കെട്ടണ്ടെന്ന്. അങ്ങനെ കല്യാണം ഉറപ്പിച്ചു. വീട്ടിൽ സംസാരിച്ചു, വീട്ടുകാരൊക്കെ പറഞ്ഞു. ഇപ്പൊ അതേ കല്യാണം വരെ എത്തി. എവിടെ പോണം? ഇവിടെ സ്റ്റെപ്പമ്മയാ? സ്റ്റെപ്പമ്മലാണോ? എന്റെ യൂഷ്വൽ ലുക്കാണ്. കൊറേ കറങ്ങി ഞാൻ തലറിഞ്ഞു വീഴും. നിങ്ങൾ എടുത്തിട്ട് കൊണ്ടുവരുന്ന്. പുള്ളി എനിക്ക് നല്ലോണം സ്പേസ് തരും. എന്നെ ഒരു കാര്യത്തിൽ ഇടപെടാറില്ല. പിന്നെ ഞാൻ ഇൻഡിപെൻഡന്റ് ആവാൻ മെയിൻ റീസൺ ആബിദാണ്. എന്നെ കൊണ്ട് ഡ്രൈവിംഗ് ലൈസൻസ് എടുത്തത് ആബിദാണ്. എന്നെ നല്ല ജോലിക്ക് കയറ്റിയത് ആബിദാണ്. പിന്നെ ആബിക്ക് ഭയങ്കര നിർബന്ധമാണ് ഞാൻ ഭയങ്കര ഇൻഡിപെൻഡന്റ് ആവണമെന്ന്. അതാണ് അവന്റെ ഏറ്റവും ബെസ്റ്റ് ക്വാളിറ്റി. സന്തോഷമായിരിക്കും. അമ്മച്ചി എനിക്ക് ഒരാൾ ഇഷ്ടമാണ്, കല്യാണം കഴിക്കാന്ന് പറഞ്ഞപ്പോൾ അവർക്ക് ആരാന്ന് പോലും അറിയണ്ടായിരുന്നില്ല. അത്രയ്ക്ക് സന്തോഷമായിരുന്നു. എങ്ങനെയെങ്കിലും കല്യാണം കഴിച്ചാൽ മതി എന്നായിരുന്നു. സോ അവരുടെ ലൈഫിലെ ഹാപ്പിയസ്റ്റ് ഡേ ആയിരിക്കും ഇന്ന്. ഇനി